ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വോളറ്റാലിറ്റി മാനിപ്പുലേഷനും ഇടയിൽ മീം കോയിനുകൾ എന്തേരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ജയിക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മീം അടുത്ത ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഡെയിലി 1000 കോയിൻ വന്നുകൊണ്ടിരിക്കുക. എല്ലാം മീം കോയിൻസാണ്. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിനെ എവിടുന്നാണ് പിടിക്കുന്നത്? ഓൾറെഡി ഉള്ള മാർക്കറ്റിലുള്ള ആൾക്കാരാണ് ഡൈവേർട്ടായി ഈ മാർക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മീം കോയിൻ ആരൊക്കെ അറിയത്തില്ലാതെ ആരൊക്കെ മീം കോയിൻ പോയി ചാടുന്നുണ്ടോ അവരൊക്കെ ഈ ബുൾ റണ്ണിൽ അവർക്കൊന്നും ചാൻസേ ഇല്ല. മീം കോയിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പ്രോജക്റ്റ് ഇല്ലാത്ത കോയിനുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രോജക്റ്റ് ഇല്ലാത്ത കോയിനുകളിൽ ചെയ്യാതിരിക്കുക. മീം കോയിന്റെ അവസ്ഥ ഒരു പരിധി വരെ വളരെ ശോകമാണ്. കാരണം സെലിബ്രിറ്റി അല്ലെങ്കിൽ നല്ല റേഞ്ചിലുള്ള ട്രംപിന്റെ കോയിൻ വന്നിട്ട് പോലും ട്രംപിന്റെ കോയിൻ ഇന്നത്തെ അവസ്ഥ എത്ര? $75 പൊക്കൊണ്ടിരുന്ന കോയിനാണ്. അന്ന് എല്ലാവരും പറഞ്ഞു ട്രംപ് കോയിൻ അടുത്ത ഒരു വലിയ മീം കോയിൻ ആയിരിക്കുമെന്ന്. ഇന്നെന്താ അവസ്ഥ എത്രയാ? ഷിബായിനു ഡോജ് എലോൺ മസ്കിന്റെ ഒറ്റ ട്വീറ്റ് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു കോയിനാണ് ഡോജ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഈ ടെസ്റ്റ്നെറ്റിലും മൈനിങ്ങിലും ഇപ്പൊ ഉദാഹരണം പൈക്കോയിൻ $314. ഇതൊക്കെ ആരാ ഇത് കൊടുക്കുന്ന? ഇതിനുള്ള ഫണ്ട് എവിടുന്ന? എല്ലാവരും ശ്രദ്ധിക്കുക, മീം കോയിനുകളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക.